നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സകലമാന വാർത്തകളുമായി സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വട്ടപ്പാറ വളവ് പഴങ്കഥയാകുന്നു. അപകട ഭീതിയില്ലാതെ യാത്രയ്ക്ക് ഡയറക്റ്റ് പാലം. പുതിയ പാതയുടെ നിർമ്മാണം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി. കല്ലട പദ്ധതി കനാലിൽ നിന്ന് വെള്ളം ചോരുന്നു. വെള്ളമെത്തുന്നത് വീടുകളിൽ. ചോർച്ച പരിഹരിക്കാതെ വെള്ളം തുറന്നുവിടുന്നതിനെതിരെ നാട്ടുകാർ. സഞ്ചാരികളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായി കോന്നി മാറുന്നു. കുടവഞ്ചി സവാരിയും ഇക്കോ ടൂറിസവും ആകർഷണത്തിൽ. വിശേഷങ്ങൾ പങ്കുവെച്ച് KU ജനീഷ് കുമാർ MLA. കാസർഗോഡ് ആദൂരിലെ മൂടിയ കിണറുകൾ പരിശോധിക്കണം. നിർദ്ദേശവുമായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. നടപടി എൻഡോസൾഫാൻ സാന്നിധ്യം കണ്ടെത്താൻ. തെന്മലയിലെ തോട്ടം തൊഴിലാളികളുടെ ദുരിതത്തിന് അവസാനമാകുന്നു. പുതിയ വീടുകൾ ഇന്ന് കൈമാറും. റിയൽ എസ്റ്റേറ്റ് വീട് നിർമ്മിച്ചു നൽകുന്നത് 26 കുടുംബങ്ങൾക്ക്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. തെന്മലയിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന് ഇന്ന് അവസാനമാവുകയാണ്. ഇവർക്കായി റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. അതിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 1-2 വീടുകളല്ല, 26 കുടുംബങ്ങൾക്കാണ് ഇവർ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. 2005 ഹാരിസൺ ഗ്രൂപ്പിൽ നിന്നാണ് തോട്ടം റിയ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. ക്വാർട്ടേഴ്സുകൾ നവീകരിച്ചു നൽകണമെന്നുള്ളത് തൊഴിലാളികളുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. പുറത്തൊരു 2.5 ഏക്കർ സ്ഥലം വാങ്ങി 26 കുടുംബത്തിന് അതിമനോഹരമായ വീട്, ഒരു 5-5.5 സെൻറ്റ് സ്ഥലം വരുന്ന രീതിയിൽ അതിമനോഹരമായ വീടും റോഡും കാമ്പൗണ്ടും പണിത് ഇപ്പോൾ അതിൻ്റെ താക്കോൽദാനമാണ്. തൊഴിലാളികൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. മുതലാളി ഒരു വലിയ മനസ്സിനുടമയാണ്. മുതലാളി വന്ന് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ജീവിതം എന്തുവാണെന്ന് ഞങ്ങൾ അറിയുന്നത്. അതുപോലെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഞങ്ങൾ 10-12 പേരെ ഒരു റൂമും ഒരു ചെറിയൊരു അടുക്കളയും ഒരു ചെറിയൊരു വരാന്തയും മാത്രമേ ഉള്ളായിരുന്നു. അത്രയും സ്ഥലത്തിനാണ് ഞങ്ങൾ അത്ര പേര് താമസിച്ചിരുന്നത്. ഇരിക്കാനും കിടക്കാനും എല്ലാം ഒരു സൗകര്യമില്ല. അതുപോലെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയതായിരുന്നു. തൊഴിലാളികളുടെ ദുരിത ജീവിതം നേരിട്ട് മനസ്സിലാക്കിയ മാനേജർ ഇത് പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിനായി 2.5 ഏക്കർ സ്ഥലം കണ്ടെത്തി 26 കുടുംബത്തിന് 5 സെന്റ് വീതം പതിച്ചു നൽകുകയും അതിൽ വീട് നിർമ്മിക്കുകയുമായിരുന്നു. തൊഴിലാളികളുടെ ദയനീയാവസ്ഥ, അവർ 300 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്ടിൽ അവർ താമസിക്കുമ്പോൾ അവർക്ക് തലമുറകളായി 2-3 തലമുറകൾ ഒന്നിച്ച് തിങ്ങി പാർക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാറി അവർക്ക് നല്ലൊരു ഭവനം പണിതു കൊടുക്കണമെന്ന് ഒരാശയം ഞങ്ങളുടെ മുതലാളിയുടെ മനസ്സിലുണ്ടാകുകയും അതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത്. 625 സ്ക്വയർ ഫീറ്റിലുള്ളതാണ് ഓരോ വീടും. സിറ്റ് ഔട്ട്, ഹാള്, 2 കിടപ്പുമുറി, അടുക്കള, ബാത്റൂം എന്നിവയുണ്ട്. 40 മൈലാണ് 26 വീടുകൾ ഒരുക്കിയത്. ന്യൂസ് 18 തെന്മല. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നവരുടെയും വരുന്നവരുടെയും എത്രയോ കാലത്തെ പേടി സ്വപ്നമാണ് വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവ്. എത്രയെത്രയോ ദിവസങ്ങൾ വളാഞ്ചേരിക്കാരുടെ നേരം പുലരുന്നത് തന്നെ വട്ടപ്പാറയിലെ അപകട വാർത്തകൾ കേട്ടുകൊണ്ടായിരുന്നു. 100 കണക്കിന് ആളുകളുടെ ചോര വീണ് നനഞ്ഞ ഈ വളവ് ഇപ്പോൾ പഴങ്കഥയാവുകയാണ്. ദേശീയപാത വികസനം പൂർത്തിയാകുമ്പോൾ വട്ടപ്പാറ വളവിനെ പേടിക്കാതെ യാത്ര ചെയ്യാം. ഇനി വെറും യാത്രയല്ല, ഗംഭീര കാഴ്ച നിറഞ്ഞ യാത്ര തന്നെയാണ് അത്. അതിനായി ഡയറക്റ്റ് പാലമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ആദ്യം ഈ കാഴ്ചകൾ തന്നെ കാണാം. വട്ടപ്പാറ വളവ്. അനേകം ആളുകളുടെ ചോര വീണ് നനഞ്ഞ അപകട പാതയാണിത്. റോഡ് വീതി കൂട്ടിയും വളവ് നികത്താനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല. വണ്ടികൾ പിന്നെയും പിന്നെയും മറിഞ്ഞു. പലരുടെയും ജീവൻ നഷ്ടമായി. പരിക്കേറ്റവരും ഏറെ. കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനെയൊരു വളവുണ്ടായിരുന്നു എന്ന് പറയും. ദേശീയപാതാ വികസനം പൂർത്തിയാകുമ്പോൾ. ഈ കാണുന്നത് 2 തൂണുകളിൽ ഉറച്ചു നിൽക്കാൻ പോകുന്ന 6 വരി പാലമാണ്. നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു.
വയഡക്ട് പാലം എന്നാണ് ഈ നിർമ്മാണ സാങ്കേതിക വിദ്യ ലോകമാകെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലെന്ന് മാത്രം. ഇടപ്പള്ളി പൻവേൽ ദേശീയപാത 66 പൂർത്തിയാകുമ്പോൾ വട്ടപ്പാറ കയറാതെ കുറ്റിപ്പുറത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകാം. വട്ടപ്പാറ ഇറക്കത്തിലെ പള്ളിക്ക് സമീപം നിന്നാണ് പാലം തുടങ്ങുന്നത്. 135 തൂണുകളിലായി 4 കിലോമീറ്ററും 100 മീറ്ററും നീളം. കുന്നിനു മുകളിൽ നിന്ന് വയലിലേക്ക് നീളുന്ന 2 പാലങ്ങൾ. വളാഞ്ചേരി ഓണിയൽ പാലം കഴിഞ്ഞ് നിലവിലെ ദേശീയപാതയിൽ ചേരും. വളാഞ്ചേരി പട്ടണത്തിലെ തിരക്കിൽപ്പെടില്ലെന്ന പ്രത്യേകതയുമുണ്ട്. പട്ടാമ്പിയിലേക്കോ പാലക്കാട്ടേക്കോ പോകേണ്ടവർക്ക് മാത്രമായിരിക്കും ഇനി വളാഞ്ചേരി പട്ടണത്തിൽ പ്രവേശിക്കേണ്ടി വരിക. തൊട്ടപ്പുറത്ത് ചങ്കുവെട്ടിയിൽ പോകാതെ പോകാൻ കോട്ടക്കൽ ബൈപ്പാസും പൂർത്തിയായി വരുന്നുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് ഹൈദരാബാദിലെ KNR കൺസ്ട്രക്ഷൻസ് വയഡക്ട് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തോടടുക്കുന്നു. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വട്ടപ്പാറയിലെ അപകടവളവിന്റെ കുപ്രസിദ്ധിക്ക്. കോടികൾ ചെലവാക്കിയാണ് പലപ്പോഴും അപകടക്കെണി ഒഴിവാക്കാൻ നവീകരണം നടത്തിയത്. പക്ഷേ അതൊന്നും ഫലം കാണാത്തതായിരുന്നു ചരിത്രം. അതിന് പരിഹാരമാകുകയാണ്. അതിവേഗം നിർമ്മാണം പൂർത്തിയായ ദേശീയപാതയിലെ ഏറ്റവും നിർണായകമായ ഭാഗമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ന്യൂസ് 18 വളാഞ്ചേരി. ഇനി നമ്മൾ പോകുന്നത് കോതമംഗലത്തേക്കാണ്. അതായത് കുറച്ച് പ്രദേശങ്ങൾ കാട്ടാനകളുടെ പിടിയിലായി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്തരത്തിലുള്ള കുറച്ച് പ്രദേശങ്ങളാണ് കോതമംഗലം താലൂക്കിലുള്ളത്. ആനകളുടെ സാന്നിധ്യം മൂലം ഉള്ള ഭൂമിയും വീടും ഉപേക്ഷിച്ച് നാടുവിടേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. ഒപ്പം തന്നെ പലപ്പോഴും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം പോലും സർക്കാരിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ റിപ്പോർട്ട് കാണാം. കോതമംഗലം താലൂക്കിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത് മൂലം കടുത്ത പ്രയാസത്തിലാണ് കുടുംബങ്ങൾ. ആനശല്യം ഏറ്റവും കൂടുതൽ കുട്ടമ്പുഴയിലാണ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ പേടിച്ച് നിരവധി കുടുംബങ്ങളാണ് പതിറ്റാണ്ടുകാലം പണിയെടുത്ത് സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച് നാടുവിടുന്നത്. സാങ്കേതിക കാരണങ്ങൾ നിരത്തി അർഹമായ നഷ്ടപരിഹാരം പോലും ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. വടക്കേ മണികണ്ഠൻ ചാലിൽ വീടുകൾ പൂർണ്ണമായി കാട്ടാനകൾ തകർത്തതിനെ തുടർന്ന് 6 മാസത്തിനിടെ 4 കുടുംബങ്ങളാണ് ഇവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. പ്രദേശവാസികളായ വിൽസൺ, ശ്രീധരൻ, സാബു, സുശീലൻ എന്നിവർക്കാണ് വീടുകൾ നഷ്ടമായത്. വന്യമൃഗശല്യം മൂലം വാരിയം, ഉറിയംപെട്ടി തുടങ്ങിയ ആദിവാസി മേഖലകളിൽ നിന്ന് 100-ലധികം കുടുംബങ്ങളാണ് പലപ്പോഴായി കുടിയൊഴിഞ്ഞ് പന്തപ്രയിൽ താമസമാക്കിയത്. ഇവരുടെ പുനരധിവാസം ഇനിയും പൂർണ്ണമായിട്ടില്ല. ഈ വന്യമൃഗശല്യം ഇപ്പോൾ റവന്യൂ ഭൂമിയിൽ വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 22-23 കിലോമീറ്റർ അപ്പുറത്ത് വരെ പോയി വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇതിനൊന്നും ഒരു തടയിടാനായിട്ട് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു കോമ്പൻസേഷൻ, അതായത് കോമ്പൻസേഷൻ ഒന്നും പറയാൻ കഴിയത്തില്ല, അത്ര നിസ്സാരമായ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് കർഷകരെ വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന തങ്ങൾക്ക് കൂലിപ്പണി പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നാണ് കർഷകർ പറയുന്നത്. ഈ ആന കളഞ്ഞ തെങ്ങുകൾ, കവുങ്ങുകൾ, റബ്ബർ ഇതെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് 10 പൈസ തരാതെ ഇവിടുന്ന് കുടിയിറക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമല്ലാതെ വേറൊന്നുമില്ല ഗവൺമെൻറ് ഭാഗത്തുനിന്ന്. ആരോട് പറഞ്ഞാലും നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങൾക്ക് ഇവിടെ യാതൊരു അധികാരവും ഇല്ല, നിങ്ങൾക്ക് പട്ടയമില്ല, നിങ്ങൾക്ക് കുടിയുടെ അവകാശം പോലും ഇല്ല, അതാ ഇതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ 40-50 വർഷത്തോളമായി ഞാനിവിടെ വന്ന് താമസിക്കുന്നത്. അന്ന് പോലും ഇവിടെ ആനയുടെ ശല്യവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഇല്ലായിരുന്നു. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് കൃഷി അന്യം നിന്നു പോകുമെന്ന് ഇവിടുത്തെ കർഷകർ പറയുന്നു. ഭരിക്കുന്നവരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് പറയുന്നു. ഫെൻസിംഗ് ഇടുന്നത് വനത്തിന്റെ ചേർന്ന്, ആനകൾ നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൃഷിയിടങ്ങളിൽ. ആനകൾ വന്ന് കൃഷിയെയും
മനുഷ്യ ജീവനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെൻസിങ് പുറകിലിട്ടാൽ ഈ വന്ന ആനകൾ എവിടെ നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ആനകളെയെല്ലാം പിടിച്ച് മയക്കുവടി വെച്ച് പിടിച്ച് അതിനെ അരിക്കൊമ്പനെ കൊണ്ടുപോയതുപോലെ ഉൾക്കാടുകളിലേക്ക് വിടുകയോ പരിശീലന കേന്ദ്രത്തിൽ അതിനെ വിടുകയോ ചെയ്യാതെ ജനങ്ങളുടെ ഭീതി അകലില്ല. വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ആന്റണി ജോൺ MLA പറയുന്നത്. ഒരു കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ വ്യാപകമായി കൃഷിനാശം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കണമെന്നുള്ളതാണ് MLA എന്നുള്ള നിലയിൽ നമ്മൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലെല്ലാം അത്തരം കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തതയാണ് അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരമെങ്കിലും ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18 കോതമംഗലം. വേനൽക്കാലമായതോടെ KIP കനാലുകളിലൂടെ ഒഴുകിയെത്തുന്ന ജലം ചോരുന്നതായുള്ള പരാതികൾ പുറത്തുവരുന്നുണ്ട്. വെള്ളം ഒഴുകി വീടുകളിലും കാലിത്തൊഴുത്തിലും എത്തുന്നതായാണ് പരാതി. കനാൽ ചോർച്ച പരിഹരിക്കാതെ വെള്ളം തുറന്നുവിട്ടതായാണ് നാട്ടുകാരുടെ ആരോപണം. കൊട്ടാരക്കര, പൊന്മാനൂർ, ETC ഭാഗങ്ങളിലെ KIP കനാലിന് സമീപം താമസിക്കുന്നവരാണ് ആശങ്കയിൽ കഴിയുന്നത്. കനാലിലെ ചോർച്ചയുള്ള ഭാഗത്തുകൂടി വെള്ളം വീടുകളിലേക്കും കാലിത്തൊഴുത്തുകളിലേക്കും ഒഴുകിയെത്തുകയാണ്. ഇതിനിയും തുടർന്നാൽ പശുത്തൊഴുത്ത് തകർന്നു വീഴുകയും വളർത്തുമൃഗങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യും. എരുത്തിനകത്ത് മൊത്തം വെള്ളമാണ്. പശു ഇപ്പോൾ എരുത്തിലാണ് കിടക്കുന്നത്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഇത് നീങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് താങ്ങാനൊക്കാത്ത നിലവാരത്തിലെ ഇപ്പോഴത്തെ ജീവിത രീതി. കാര്യം പറഞ്ഞാൽ ഇതെല്ലാം ബാങ്ക് ലോണാണ്. അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാനും ഒക്കത്തില്ല. പിന്നെ നമുക്ക് ഉപജീവന മാർഗം ഇതുകൊണ്ടൊക്കെയാണ് നടത്തി പോകുന്നത്. അതും നടക്കത്തില്ല. ചോർച്ചയുള്ള കനാൽ ഭാഗത്തുകൂടി ഒഴുകിയെത്തുന്ന വെള്ളം 2006 പൊന്മാനൂരിൽ വലിയ നാശം വിതച്ചിരുന്നു. പുനർനിർമ്മാണത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമായി നടത്താത്തതും നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. വെള്ളം തുറക്കുന്നതിന് മുമ്പുള്ള മുൻകരുതൽ പ്രിക്കോഷൻസ് ഒന്നും അവർ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ കാടിയെത്തുകയോ അല്ലെങ്കിൽ ആദ്യം ട്രയൽ വെള്ളം തുറന്നു വിടുകയോ അതിനുശേഷം എവിടെയെങ്കിലും സുഷിരങ്ങളുണ്ടെങ്കിൽ അടയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ എല്ലാ വർഷവും ചെയ്യുന്നു. അതുപോലെ ഈ വർഷവും വെള്ളം തുറന്നു വിട്ട് വളരെ ശക്തിയായി തുറന്നു വിട്ടു. അങ്ങനെ യശോധരൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ ആ കളിയിലേക്കൂടെ വെള്ളം ഊറ്റൊഴുകി പശുക്കളുണ്ട്. 3-5 പശുക്കൾ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. ആ വെള്ളം ഒഴുകി പോവുകയാണ്. ഇവിടെ അടുത്ത 3-4 സ്ഥലങ്ങളിൽ ഇതുപോലെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കാട് മൂടിയ കനാൽ വെട്ടിത്തെളിക്കാതെ KIP വെള്ളം തുറന്നുവിട്ടതിനാൽ മാലിന്യം അടിഞ്ഞുകൂടി ദുർഗന്ധം പരത്തുന്നുണ്ട്. വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ കനാൽ വെള്ളം ആശ്വാസമാണെങ്കിലും ശാസ്ത്രീയമായി പദ്ധതി വിജയിപ്പിക്കാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്. അടിയന്തരമായി ചോർച്ച പരിഹരിക്കുകയും വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി നമ്മൾ പോകുന്നത് സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളും ഉണ്ടാകും. കലാസാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. ആനക്കൂടിനും ഇക്കോ ടൂറിസത്തിനും പേരുകേട്ട കോന്നിയിലേക്ക് സഞ്ചാരികൾ എത്താൻ നിറയെ കാരണങ്ങളുണ്ട്. അരുവിയിലെ കുട്ടവഞ്ചി സവാരി നൽകുന്ന ത്രില്ലാണ് അതിൽ ഏറ്റവും പ്രധാനം. പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവമാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. K ജിനേഷ് കുമാർ MLA ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട്ടിലെ വീരന്മാർ അടിതെറ്റിയാലും കൂട്ടം തെറ്റിയാലും ഞങ്ങളുടെ കോന്നിയിലെത്തും. ചട്ടം പഠിപ്പിച്ചു മെരുക്കും. പിന്നെ അവർ ഞങ്ങളുടെയും നിങ്ങളുടെയുമെല്ലാം പ്രിയപ്പെട്ടവരാകും. തൃക്കടവൂർ ശിവരാജുവും മംഗലാംകുന്ന് ഗണപതിയും കീഴൂട്ട് വിശ്വനാഥനുമൊക്കെയുണ്ട് ഈ കൂട്ടത്തിൽ. ചട്ടം പഠിപ്പിക്കാൻ മിടുക്കനായ സുരേന്ദ്രനും കോന്നി ആനക്കൂടിന്റെ സംഭാവനയാണ്. ആദ്യകാലങ്ങളിൽ വാരിക്കുഴിയിൽ വീഴുന്ന കൊമ്പന്മാരെയാണ് കോന്നിയിലെത്തിച്ചു മെരുക്കിയെടുത്തിരുന്നത്. ആനപ്പിടുത്തം നിരോധിച്ചതോടെ കൂട്ടം തെറ്റിയെത്തുന്ന ആനക്കുട്ടികൾ മാത്രമായി ഇവിടെ 6 ആനകളാണ് ഇപ്പോഴുള്ളത്. താരം കുട്ടിക്കൊമ്പനായ കൊച്ചയ്യപ്പൻ തന്നെ. ആനക്കൂട് കഴിഞ്ഞാൽ പിന്നെയുമുണ്ട് പച്ചപ്പുള്ള കാഴ്ചകൾ. അടവിയിലെത്തിയാൽ കുട്ടവഞ്ചിയിൽ സവാരിയാകാം. പിന്നെ ഗവിയിലേക്ക് കാടും കാട്ടാറും കണ്ടൊരു യാത്രയും.
ആനക്കൂട്, അടവിയിലെ കുട്ടവഞ്ചി സവാരി, മുളംകുടിലിലെ താമസം ഇവയോരോന്നും വേറിട്ട അനുഭവങ്ങളാണ്. ആന മ്യൂസിയം, 3D തിയേറ്റർ, കുട്ടികളുടെ പാർക്ക് എന്നിവയുമുണ്ട് കാണാൻ. കല്ലടയാറിന്റെ ഓളപ്പരപ്പിലൂടെ കാടിന്റെ വന്യത ആസ്വദിച്ചാണ് അടവിയിലെ കുട്ടവഞ്ചി സവാരി. ഗവിയിലേക്ക് പോകും വഴിയരികിലും ചിലപ്പോൾ വഴി മധ്യയുമുണ്ടാകും കാട്ടുപോത്തും മാനും മ്ലാവുമൊക്കെ. ചിലപ്പോൾ ആനയും കാണാം. നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും നിരവധി പേർ ഈ കാഴ്ചയൊക്കെ കാണാനും കോന്നിയുടെ ആതിഥ്യം സ്വീകരിക്കാനും എത്തുന്നതിനാൽ നല്ല വരുമാനവും ലഭിക്കുന്നു. സഞ്ചാരികൾക്കായി വനം വകുപ്പ് വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആനക്കൂട്ടിൽ സ്ഥാപിച്ച ലോകത്തെ രണ്ടാമത്തെ ആന മ്യൂസിയം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അത് ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോന്നിയുടെ സൗന്ദര്യം എല്ലാം 3D ആയി ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള 3D തിയേറ്റർ സംവിധാനം അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് അതും പ്രവർത്തനക്ഷമമായിരിക്കുകയാണ്. അടവിയിൽ പുതിയ മനോഹരമായ കുട്ടവഞ്ചികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടവിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി വലിയ നിലയിലുള്ള ഇടപെടലുകളാണ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലെത്തിയാൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും കോന്നി സമ്മാനിക്കുക. ആനക്കൂടും കണ്ട് അടവിയിൽ കാട്ടിലൂടെ വഞ്ചിയിൽ കാഴ്ചകൾ കണ്ട് ഗവിയിലും മടങ്ങാം. കോന്നി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ന്യൂസ് 18 വേണ്ടി KU ജനീഷ് കുമാർ. തീർച്ചയായും KU ജനീഷ് കുമാർ MLA ആണ് നമുക്ക് വേണ്ടി ഈ ഒരു മനോഹരമായ റിപ്പോർട്ട് തയ്യാറാക്കിയും ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർഗോഡ് ആദൂർ ഡിവിഷനിലെ മൂടിയ കിണറുകളിൽ എൻഡോസൾഫാൻ സാന്നിധ്യം കണ്ടെത്താൻ ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കണമെന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ശുപാർശ. മിഞ്ചി പദവിയിലെ പ്ലാന്റേഷൻ തോട്ടത്തിൽ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലെ 32 കിണറുകളിൽ 5 കിണറുകൾ മൂടി. അവയിൽ ബാരലുകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും മണ്ണിൽ എൻഡോസൾഫാൻ കലർന്നുവോ എന്നും അറിയാൻ 80 മുതൽ 100 അടി വരെ താഴ്ചയിൽ കുഴിച്ചു പരിശോധിക്കണമെന്നാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. PCKയുടെ അധീനത്തിലുള്ള മൂടാത്ത 27 കിണറുകളിലെ വെള്ളം എല്ലാ മാസവും പ്രദേശത്തെ മണ്ണ് വർഷത്തിൽ 2 തവണയും പരിശോധിച്ച് ഫലം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് സമർപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്നും ശുപാർശയുണ്ട്. കേരള, കർണാടക സംസ്ഥാനങ്ങളിലെ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, ആരോഗ്യ വിഭാഗം, കേന്ദ്ര കൃഷി വകുപ്പ്, ICMR, കാർഷിക ഗവേഷണ കൗൺസിൽ, കേന്ദ്ര ഭൂജല വകുപ്പ് തുടങ്ങിയവയുടെ സാന്നിധ്യത്തിലായിരിക്കണം മൂടിയ കിണറുകൾ കുഴിച്ചുള്ള പരിശോധന. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനെ നോഡൽ ഏജൻസിയായി നിർദ്ദേശിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. മലിനീകരണം കണ്ടാൽ നിയമാനുസൃതമല്ലാതെ ബാരലുകൾ നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം PCKയിൽ ഈടാക്കണമെന്നും പറയുന്നു. എൻഡോസൾഫാന്റെ ഒഴിഞ്ഞ ബാരലുകൾ തള്ളി മണ്ണിട്ട് മൂടിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കിണറിന്റെ മുകൾ ഭാഗത്ത് നിന്ന് CPCB പ്രതിനിധികൾ ഡിസംബർ 28-ന് ഒരടി ആഴത്തിലാണ് പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിച്ചത്. ഇതിന്റെ വിശദമായ പരിശോധനാ ഫലം ഹരിത ട്രിബ്യൂണലിന് മുന്നിലാണ്. ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണ മേഖലാ ബെഞ്ച് കേസ് 28-ന് വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരിക്കത്തുകാവ് ഭഗവതിക്ക് ഭക്തി നിറവിൽ ദേവസ്വം താലപ്പൊലി നടന്നു. ഇതിന്റെ ഭാഗമായി പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ ചെണ്ടമേളവും നടന്നു. പതിവ് ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം വൈവിധ്യമാർന്ന വിശേഷാൽ കലാപരിപാടികളും താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉൾപ്പെടെ മറ്റു ഭരണ സമിതി അംഗങ്ങളും പങ്കാളികളായി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ നോക്കാം. ഇടുക്കി നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രമോത്സവം ഇന്നു മുതൽ 13 വരെ നടക്കും. വൈകിട്ട് 6-ന് ക്ഷേത്ര തന്ത്രി ശിവനാരായണ തീർത്ഥ സ്വാമികൾ കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ SNDP നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് ഉത്സവം ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിൽ കലവറ നിറയ്ക്കൽ, സർവൈശ്വര്യ പൂജ, മൃത്യുഞ്ജയ ഹോമം, ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയവ നടക്കും. പാലക്കാട് കൂറ്റനാട് നേർച്ച ഇന്ന് ആഘോഷിക്കും. ഘോഷയാത്രയും തുറന്ന കൊടിയേറ്റവും നടക്കും. വൈകിട്ട് 3 മുതൽ നഗരപ്രദക്ഷിണമുണ്ടാകും. ഗജസംഗമം, രാത്രി കലാപരിപാടികളും ഇതിനോടൊപ്പം നടക്കും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 9 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി രാജകുമാരി ഗലീല കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ തിരുനാൾ ആഘോഷം നടന്നു. വാർഷിക പെരുന്നാളും
പുതിയാർ കീസ് ബാവയുടെ ഓർമ്മ പെരുന്നാളും സംയുക്തമായിട്ടാണ് നടത്തപ്പെട്ടത്. തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി യാക്കോബ് മാർ അന്തോണിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഞ്ചിന്മേൽ കുർബാനയും സ്ലീബ എഴുന്നള്ളിപ്പും നേർച്ച സദ്യയും നടന്നു. കാസർഗോഡ് ചന്തേര മൂച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. സത്യാനന്തര കാലത്തെ മാധ്യമ വിചാരം എന്ന വിഷയത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സെബാസ്റ്റ്യൻ പോൾ വിഷയാവതരണം നടത്തി. മുകുന്ദൻ തൃക്കരിപ്പൂർ അധ്യക്ഷനായി. VK രവീന്ദ്രൻ, അരവിന്ദൻ മാണിക്കോത്ത്, പ്രമോദ് കാടങ്കോട് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ചീമേനി ചെമ്പ്രഖാനം ചിത്രശില്പകലാ അക്കാദമിയിൽ രക്ഷിതാക്കൾക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾ അറിയേണ്ടുന്ന കൗമാരക്കാർ എന്ന വിഷയത്തിൽ പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ ദ്രുഹിൻ ക്ലാസ് എടുത്തു. ഡോക്യുമെന്ററി സംവിധായകൻ ജയചന്ദ്രൻ മുഖ്യാതിഥിയായി. ഡോക്ടർ VPP മുസ്തഫ, ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് തുടക്കമാകും. 4 ദിവസങ്ങളിലായി കാസർഗോഡ് മൂന്നാട് പീപ്പിൾസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന്റെ സ്റ്റേജ് തര മത്സരങ്ങൾ സാഹിത്യകാരൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. സ്റ്റേജ് മത്സരങ്ങൾ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 105 കോളേജുകളിൽ നിന്നായി 5000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ആലപ്പുഴ കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് 18-ാം നമ്പർ ഗേറ്റ് നാളെ വൈകിട്ട് വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് ഗേറ്റ് അടയ്ക്കുന്നത്. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 19 വഴി പോകണമെന്ന് അധികൃതർ അറിയിച്ചു. 18ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ നാളെ തുടങ്ങും. സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കുന്ന മേളയിൽ എല്ലാ ദിവസവും 4 ചിത്രങ്ങൾ വീതമാകും പ്രദർശിപ്പിക്കുക. സംവിധായകൻ ജോഷി മാത്യുവിന്റെ നൊമ്പരക്കൂട് എന്ന ചിത്രം ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. റഹീം ഖാദറിന്റെ വനിത ആണ് സമാപന ചിത്രം. മേള ഞായറാഴ്ച സമാപിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12 സിനിമകളും 4 മലയാള സിനിമകളുമാണ് മേളയിലുള്ളത്. രാജ്യത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട കുറ്റിപ്പുറം പോലീസിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും കുറ്റിപ്പുറം CI O പത്മരാജൻ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ മുൻമന്ത്രി ആന്റണി രാജു, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ 9ാം സ്ഥാനത്താണ് കുറ്റിപ്പുറം. കേരളത്തിൽ 1ാം സ്ഥാനവും കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന് തന്നെയാണ്. നഗരസഭയിലെ ഹരിതകർമ്മസേനകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കിലയും KSWBPയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ത്രിദിന പരിശീലനം ഇന്നു മുതൽ ആരംഭിക്കും. കൊട്ടാരക്കര കിലയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. ഇതോടെ സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.